ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ഹോളി കമ്മ്യൂണിയൻ കുട്ടികളെയും അച്ഛന് കമ്മ്യൂണിറ്റിയുടെ പേരിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. They are singing and praying very well and they have learned a lot about their Holy Communion, the sacraments they are going to receive. ഞാൻ ഇന്നലെ അവരുടെ ധ്യാനത്തിനിടയ്ക്ക് കുഞ്ഞുങ്ങളെ പോയി കണ്ടായിരുന്നവർക്കെല്ലാം നന്നായിട്ട് അറിയാം. ഈ അവസരത്തിൽ ഇപ്പം നമ്മൾ ഈ കുർബാനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും, ഈ 10-27 കുഞ്ഞുങ്ങളുടെ ഒരു പ്രസൻസ് ഈ കമ്മ്യൂണിറ്റിയുടെ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ എന്തുമാത്രം സജീവമാക്കുന്നുണ്ടെന്ന്. അവരുറക്കെ പാടുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പാടാനും പ്രാർത്ഥിക്കാനും തോന്നുവാണ്. ഇത്രയും കുട്ടികളെ ഉള്ളേ. അപ്പോൾ നമ്മുടെ 370 സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഈ പള്ളിയിലുണ്ടെങ്കിൽ അവർ ഈ ഇടവകയുടെ ആത്മീയ ജീവിതത്തെ എങ്ങനെ ശക്തിപ്പെടുത്തും എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ പേരൻസിനോടും ഈ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച് പരിശീലിച്ച വിശ്വാസത്തെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കണം എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. അവർ നമ്മുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കണം, ഉറക്കെ പ്രാർത്ഥിക്കാൻ അവരെ എൻകറേജ് ചെയ്യണം. അവർ കണ്ടുമുട്ടിയ ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൽ തുടർന്നും ഓരോ പ്രാവശ്യവും ക്രിസ്തുവിൽ വളരാനും അവരുടെ ഉള്ളിൽ ക്രിസ്തു വളരാനും നിങ്ങളെ സഹായിക്കണം. കഴിഞ്ഞ വർഷത്തെ ഹോളി കമ്മ്യൂണിയൻ ക്ലാസ്സിൽ വെച്ചാണ് കുട്ടികളോട് സുഹൃതജപം എഴുതാനായിട്ട് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിലൊരു കുഞ്ഞിൻ്റെ സുഹൃതജപം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജീസസ്, ബേബി ജീസസ് ഗ്രോ ഇൻ മീ. ഉണ്ണീശോയെ എൻ്റെ ഉള്ളിൽ അങ്ങ് വളരണമേ. അങ്ങനെ വളരെ ഡീപ്പറായിട്ടുള്ള ഇൻസൈറ്റ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഹോളി കമ്മ്യൂണിയൻ ട്രെയിനിങ്ങിൽ അവർക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ ഇവിടെ പേരൻസിനെയും പ്രത്യേകമായിട്ട് ഇവരുടെ പേരൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എല്ലാ ദിവസവും രാവിലെ കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്ന് 8 മണിക്ക് പള്ളിയിൽ കൊണ്ടുവരണം. 10:30 വരെ, 11:30 വരെ, 12:30 വരെ, ചിലപ്പോൾ 3:30 വരെയൊക്കെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അതനുസരിച്ച് കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുപോകണം. അപ്പം പേരൻസിനെ എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പേരൻസിനെ എല്ലാ മക്കളെയും പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. നല്ലൊരു ക്ലാപ്പ് അവർക്ക് കൊടുത്താലോ? ഈ അവസരത്തെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ആളുകളാണ് അവരുടെ കാറ്റഗിസം ടീച്ചേഴ്സ്. പ്രത്യേകിച്ച് ഇത്തവണ ഹോളി കമ്മ്യൂണിയന് ട്രെയിനിങ് കൊടുത്ത 3 ടീച്ചേഴ്സിനെ കാറ്റഗിസം ടീമിൻ്റെ ഒപ്പം നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഇപ്പം തന്നെ അവരുടെ ആ മനസ്സ് നമ്മൾ കണ്ടു. നിങ്ങളുടെ എല്ലാവരുടെയും കൺമുമ്പിൽ അവരെത്രമാത്രം ഹമ്പിളാണ്. അവർ പഠിപ്പിക്കുന്ന വിശ്വാസം അവരുടെ ജീവിതത്തിലുണ്ട്. അത് കുഞ്ഞുങ്ങളെ പഠിക്കുന്നുണ്ട്. അതാണ് കുഞ്ഞുങ്ങളിലെ ട്രാൻസ്ഫോർമേഷൻ്റെ കാരണവും നല്ല അധ്യാപകർ അവരെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഓരോ വർഷവും കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാനായിട്ട് നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സിൽ നിന്നും അധ്യാപകർ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും അധ്യാപകർ മുമ്പോട്ട് വരുന്നതിനെക്കുറിച്ച് പ്രത്യേകം ഞാൻ അവരെ ഓർക്കുന്നു. ജിനിയെയും അപർണയെയും അതുപോലെ തന്നെ അലീനയെയും, ഈ വർഷം അലീന ഉണ്ടായിരുന്നവരെ എല്ലാവരെയും പ്രത്യേക അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നമ്മുടെ ആദരവും സ്നേഹവും അറിയിക്കുകയാണ്. നല്ലൊരു ക്ലാപ്പ് അവർക്കൂടെ നമ്മൾ എന്നാ വലിയ കയ്യടിയാണ്. എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സ്, നമ്മുടെ കാറ്റഗിസം പ്രിൻസിപ്പൾ ഷെറിന്, അതുപോലെ തന്നെ ജിഷയും അനുവും എപ്പോഴും കൂടെയുണ്ട്. അവരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാറ്റഗിസം ടീമിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇന്നത്തെ വചനം നമ്മളോട് പറയുന്നത് കുരിശിനെ കുറിച്ചാണ്. മനുഷ്യപുത്രൻ സർവമഹത്വത്തോടും ശക്തിയോടും കൂടി വാനമേഘങ്ങളിൽ തൻ്റെ അടയാളത്തോടു കൂടി വരും എന്നുള്ളതാണ് മനുഷ്യപുത്രൻ്റെ അടയാളം. എന്താണ് മനുഷ്യപുത്രൻ്റെ അടയാളം? സൈൻ ഓഫ് ദ സൺ ഓഫ് മാൻ. സൺ ഓഫ് ഗോഡ് അല്ല, സൺ ഓഫ് മാൻ. മനുഷ്യപുത്രൻ്റെ അടയാളം സ്ലീവായാണ്, കുരിശാണ്. ഈ കുരിശ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ വായനയിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ ഇമാജിനേഷൻ ക്യാച്ചപ്പ് ചെയ്തേക്കുന്നത് ലോകാവസാനത്തെക്കുറിച്ചാണ്. പക്ഷെ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടുക ഇന്നത്തെ മറ്റു വായനകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ അത് ഹ്യൂമൻ സഫറിങ്ങിനെ കുറിച്ചും സഫറിങ്ങിനകത്തുള്ള ഗുഡ് ന്യൂസിനെ കുറിച്ചുമാണ്. അത് പറയുകയാണ്, കുരിശ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിസ്ഡമാണ്. Cross is the wisdom of God, but it appears to be the foolishness for the world. ലോകത്തിന് അത് വിഡ്ഢിത്തമായിട്ട് തോന്നും, പക്ഷെ അത് ദൈവത്തിൻ്റെ വിജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്.
അപ്പോൾ ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ എങ്ങനെയാണ്, വിസ്ഡവും നോളജും തമ്മിൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്തോ ഒരു 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 പഴമൊഴി, അത് മലയാളത്തിൽ പറയാൻ എനിക്കറിയാവുള്ളൂ. പഴമൊഴി ഇങ്ങനെയാണ്: നമ്മുടെ തക്കാളി, ടൊമാറ്റോ ഈസ് എ ഫ്രൂട്ട് എന്ന് ഉള്ളത് നമ്മുടെ നോളജാണ്. പക്ഷെ അത് ഫ്രൂട്ട് സാലഡിൽ യൂസ് ചെയ്യാലെന്നുള്ളത് വിസ്ഡമാണ്. അങ്ങനെയാണ് അറിവിനെയും വിസ്ഡത്തെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു ചെറിയൊരു പഴമൊഴി ഞാൻ കണ്ടത്. അപ്പോൾ നമ്മൾ കുരിശിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം നമുക്ക് ഇന്ന് തരുന്ന പാഠം, കുരിശിനകത്ത് ദൈവത്തിൻ്റെ പവറുണ്ടെന്നുള്ളതാണ്. എല്ലാ സഫറിങ്ങിൻ്റെ അകത്തും ദൈവത്തിൻ്റെ പവറുണ്ട്. സഫറിങ് എന്ന് പറയുന്നത്, കുരിശെന്ന് പറയുന്നത് മനുഷ്യപുത്രൻ്റെ അടയാളമാണ്. അത് ഈ മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും കിട്ടുന്ന അടയാളമാണ്. എല്ലാവർക്കും കിട്ടുന്ന അടയാളമാണ് സഫറിങ്. അപ്പോൾ സഫറിങ്ങിനെ നമ്മൾ കണ്ടുമുട്ടേണ്ട ഒരു കാര്യം, സഫറിങ്ങിനകത്ത് നമുക്ക് തരുന്ന എത്ര നിസ്സാരം ആയിട്ടുള്ള സഫറിങ് ആണെങ്കിൽ പോലും, ചിലപ്പോൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്കൊരു പെയിൻ ഉണ്ടാക്കും. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഹസ്ബൻഡും വൈഫും തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരു പെയിൻ ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആങ്സൈറ്റി നമുക്ക് പെയിൻ ഉണ്ടാകും. എനി കൈൻഡ് ഓഫ് പെയിൻ ദാറ്റ് വി എക്സ്പീരിയൻസ് ഈസ് എ സഫറിങ്. ത്തിൻ്റെ ശക്തി ഇരിപ്പുണ്ട്, നമ്മളതിനെ ടാപ്പ് ചെയ്യണം. അതാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട സത്യം എന്ന് ഇന്നത്തെ വചനം നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ കുർബാനയിലിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന പെയിൻ ആൻഡ് സഫറിങ്ങിനെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യണം. എന്നിട്ട് ഈശോ എന്താണ് എന്നോട് അതിലൂടെ സംസാരിക്കുന്നത്? വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ജീസസ് ആൻഡ് വാട്ട് ഈസ് ദ പവർ ഓഫ് ഗോഡ് ദാറ്റ് ഈസ് ബീങ് റിവീൽഡ്? അതിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിൻ്റെ ശക്തി എന്താണ്? കാൽവരിയിലെ കുരിശിൽ ഈശോ ഇങ്ങനെ മരിക്കാനായിട്ട് തൂങ്ങിക്കിടക്കുമ്പോൾ രണ്ട് കള്ളന്മാർ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഈശോയോട്. ഒരാൾ പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നീ ഭയങ്കര അത്ഭുത പ്രവർത്തകനാണ്. You have performed a lot of miracles. So save yourself and save us. ഞങ്ങളെ രക്ഷിക്കുക, നിന്നെയും രക്ഷിക്കുക. ഇപ്പറയുള്ള ആൾ, അയാൾ കണ്ടത് ഒരു കുരിശാണ്. പക്ഷെ ഇപ്പറയുള്ള ആൾ അതേ കുരിശ് തന്നെയാണ് കണ്ടത്, ഈശോയുടെ കുരിശ്. പക്ഷെ അയാൾ പറഞ്ഞു, we deserve it. He doesn't deserve, but we deserve. എന്നിട്ട് അവർ ഈശോയെ നോക്കിയിട്ട് പറഞ്ഞു, ഈശോയെ, നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണം. ഈശോ അയാളോട് പറഞ്ഞ മറുപടി നിങ്ങൾക്കറിയാം, ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. അപ്പോൾ അയാൾ ആ കുരിശിൽ അയാളുടെ സഫറിങ്ങിനകത്ത് അയാൾ കണ്ടെടുത്ത വിസ്ഡം എന്താണ്? വിസ്ഡം ഓഫ് ഗോഡ് എന്താണ്? വി ഡിസേർവ് ഇറ്റ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ സഫറിങ് ഞാൻ ഡിസേർവ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനത്ര പുണ്യാളനൊന്നുമല്ല, ഞാനത്ര നല്ലവനല്ല. എൻ്റെ പ്രവൃത്തികൾ എന്നെ ഇത് ഡിസേർവ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ് ആ നല്ല കള്ളം നമുക്ക് കാണിച്ചു തരുന്ന പാഠം. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ദൈവത്തിൻ്റെ ശക്തിയെയും ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ ദൈവം നമ്മുടെ സഫറിങ്ങിലൂടെ നമ്മളോട് എന്ത് സംസാരിക്കുന്നുവെന്ന് ധ്യാനിക്കുകയും അത് ഈശോയുടെ ഈ ബലിയിൽ കാഴ്ചവെച്ച് അതിൽ നിന്നും ദൈവത്തിൻ്റെ കരുത്ത്, ദൈവത്തിൻ്റെ പവർ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.